ഹലോ, ദിസ് ഈസ് താവര. ഇന്ന് നമ്മുടെ ഈ രണ്ട് കൊച്ചു മുതലാളിമാരുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ ആണ്. ഈ സെലിബ്രേഷൻ കാണുന്നതിന് മുന്നേ എന്റെ ഗാലറിയിൽ ദിവസങ്ങളായിട്ട് തുരുമ്പ് പിടിച്ച് കിടക്കുന്ന ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ കാണാം. അതായത് ജാനുവരി 12 നമ്മുടെ ജോമോന്റെ ബർത്ത്ഡേ ആയിരുന്നേ. 12 വരെ ജോമോന് ലീവ് ഇല്ലാത്തത് കാരണം ഞങ്ങൾ ഇത് കഴിഞ്ഞ വർഷമേ സെലിബ്രേറ്റ് ചെയ്തു. അതായത് ഡിസംബർ 31 അന്ന് ജോഡ് അച്ഛന്റെ അമ്മയുടെ വെഡിങ് ആനിവേഴ്സറിയും കൂടി ആയിരുന്നു. ഞങ്ങൾ കേക്കും കൊണ്ട് ചെന്നപ്പോ പുള്ളിക്കാരനെ വിചാരിച്ചിരുന്നത് ആനിവേഴ്സറിയുടെ കേക്ക് ആയിരിക്കും. പക്ഷെ കേക്കിൽ എഴുതിയേക്കുന്നത് കണ്ടപ്പോ സർപ്രൈസ് ആയിട്ടോ. ഈ വീഡിയോ ഒക്കെ ഞാൻ ശരിക്കും ജോടെ ബർത്ത്ഡേയുടെ അന്ന് ഇടാന്നും പറഞ്ഞ് വെച്ചിരുന്നതാണ്. പക്ഷെ എനിക്ക് മറ്റേ ആക്സിഡന്റ് ഒക്കെ പറ്റി ബ്രേക്കിലല്ലായിരുന്നു ഞാൻ. ഇന്ന് എന്തായാലും ഒരു ബർത്ത്ഡേ വ്ലോഗ് ആണല്ലോ, അപ്പൊ അതിന്റെ ഇടയിലൂടെ ഞാൻ ഇതൂടെ ഇങ്ങനെ കാണിച്ചു. ഇനി നമുക്ക് ഇന്നത്തെ സെലിബ്രേഷനിലോട്ട് പോകാം. ചേട്ടന്മാരുടെ ബർത്ത്ഡേക്ക് നമുക്ക് വെറും കൈയോടെ പോകാൻ പറ്റില്ലല്ലോ. ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഒരു കുഞ്ഞി അക്വേറിയം തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കാന്ന് കരുതി. ചെന്ന പാടെ എനിക്ക് ബലൂൺ വീർപ്പിക്കുന്ന പരിപാടിയായിരുന്നു കേട്ടോ. ഞാൻ ചെന്നപ്പോ മുതൽ താമര ചേച്ചി എന്നും പറഞ്ഞ് പുറകെ നടന്നിട്ട് അവന്മാരുടെ കാർ കളക്ഷൻ ഒക്കെ കാണിക്കുമായിരുന്നു. പിന്നെ രണ്ടുപേരെ വിളിച്ച് കണ്ണടച്ചിരുത്തിയിട്ട് നമ്മുടെ ഗിഫ്റ്റ് അങ്ങ് കൊടുക്കാന്ന് കരുതി. ഇത് സെറ്റ് ചെയ്ത് കൊടുത്തിട മുതലേ രണ്ടെണ്ണം അതിന്റെ കീഴിൽ തന്നെയാണ്. പിന്നെ ഫുഡൊന്നും അധികം കൊടുക്കരുത്, കൈയൊന്നും ഇടരുതെന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്താകുമോ എന്തോ. അതെല്ലാം കഴിഞ്ഞപ്പോ ഷോപ്പിൽ നിന്ന് എല്ലാരും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാരും കൂടെ നിന്ന് ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞ് വന്നതാണ്. പക്ഷെ ഫോട്ടോ എടുത്തില്ലെന്നാണ് എന്റെ ഒരു നിഗമനം. പിന്നെ അങ്ങ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു. ഇന്നത്തെ സ്പെഷ്യല് ബീഫ് ബിർണാണിയാണ്. 2-3 ദിവസം കൊണ്ടേ ബിർണാണിയാണ് കഴിക്കുന്നത്. പക്ഷെ നാളെ മുതൽ നമ്മൾ ഡയറ്റാണ്. വല്ലതും നടന്നാ മതിയായിരുന്നു. എനിവേസ് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം കേക്ക് കട്ടിങ് ആയിരുന്നു. അങ്ങനെ നമ്മളുടെ ബർത്ത്ഡേ സെലിബ്രേഷൻസ് ഒക്കെ ദാ ഇവിടെ കഴിഞ്ഞു. അപ്പൊ അത്രേ ഉള്ളൂ. വീണ്ടും കാണാം.